ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ആണ് കാണിക്കുന്നത്. ഇതൊരു 3 മീറ്റർ തുണിയുണ്ട്, നൈറ്റിയുടെ പീസാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മടക്കുക. 4ആയിട്ട് നമ്മുടെ ചുരിദാറിനൊക്കെ എങ്ങനെയാണോ മടക്കുന്ന അതേപോലെ തന്നെ ഇത് മടക്കണം. ഇതുപോലെ മടക്കി കണ്ടോ, 4ആയിട്ട് മടക്കണം. ഇത് മടക്കിയിട്ട് നമ്മളെ ഇതിന്റെ ലെങ്ത് നോക്കണം. എത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടത്? 40ഓ 35ഓ ഒക്കെ ലെങ്ത് മതിയാവുന്നു. വലിയ ഇറക്കം 40 ഒക്കെ മതിയാവും. നമ്മളൊരു 8 ഇഞ്ച് 10 ഇഞ്ചോളം നമ്മൾ ഫ്രില്ലിനെടുക്കും. അപ്പൊ നമുക്കൊരു 40 ഇഞ്ചോ 35 ഇഞ്ചോ, അതായത് ഓരോരുത്തരുടെ ഇറക്കം അനുസരിച്ച് മതിയാവും. ഇത് പക്ഷെ നല്ല ഇറക്കം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു 44 ഇഞ്ചോളം ഇതിന് ആദ്യത്തെ ഇറക്കം വെട്ടിയെടുക്കുകയാണ്. കണ്ടോ, 44 ഇഞ്ച് വെട്ടിയെടുത്തിട്ട് അവിടെ വെച്ച് വെട്ടുകയാണ്. വെട്ടിയിട്ട് പിന്നെ നമ്മൾ ആ ബാക്കി വരുന്ന തുണിയിലാണ് ഈ തുണിയിലാണ് നമ്മൾ ഇതിന്റെ ഫ്രില്ലടിക്കുന്നത്, താഴത്തെ ഫ്രില്ലടിക്കുന്നത്. മുപ്പത്തഞ്ച് ഇറക്കം കുറഞ്ഞവർക്ക് മതി, മുട്ടിന്റെ താഴെയൊക്കെ നിന്നാൽ മതി എന്നുള്ളവർക്ക് 35ഒക്കെ എടുത്തിട്ട് അതിൽ ഫ്രില്ല് വയ്ക്കാം. ഇത് ഞാൻ 6 ഇഞ്ചാണ് ഇതിന്റെ ഷോൾഡർ വയ്ക്കുന്നത് കേട്ടോ. കാരണം ഇത് കപ്പ് വെച്ച കൈയാണ്. കപ്പ് വെച്ച കൈക്ക് ഒരിക്കലും 7 ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണെങ്കിൽ ഷോൾഡർ കപ്പ് അങ്ങ് ഇറങ്ങി കിടക്കും. അതുകൊണ്ട് ഞാനിതിന് 6 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ആം ഹോള് 7 ഇഞ്ച് തന്നെ എടുക്കുകയാണ്. കാരണം ഇത് അത്യാവശ്യം വണ്ണമുള്ള നൈറ്റിയാണ്, XXL ആണ്. അതുകൊണ്ട് 7 ഇഞ്ച് ആം ഹോൾ എടുക്കുന്നു. 13 ഇഞ്ച് വണ്ണത്തിന്, അതായത് ഞാൻ ഈ വെട്ടുന്ന എല്ലാം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ. തയ്യൽ തുമ്പ് ചേർത്താണ് ഈ വണ്ണം പറയുന്നത്. 46 ഇഞ്ച് വണ്ണമാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വേണ്ടിയത്. അതിന് ഞാനിപ്പോ എടുത്തേക്കുന്ന വണ്ണം 52 ഇഞ്ച് വണ്ണമാണ്. അതായത് 13 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ലൈനിങ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് വെയിസ്റ്റ് 7 ഇഞ്ച്, താഴോട്ട് നമ്മൾ ചുരിദാറിന്റെ സ്ലിറ്റിന്റെ ഭാഗം പോലെ അവിടെ 14 ഇഞ്ചാണ്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 7 7 7. അപ്പൊ നമ്മളെ വെയിസ്റ്റ് നമ്മൾ ചെസ്റ്റ് 13 എടുത്തെങ്കിൽ വെയിസ്റ്റ് 12 ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റിന്റെ ഭാഗം 14 എടുക്കും. എന്നിട്ട് നമ്മൾ ചരിച്ച് താഴേക്ക് കട്ട് ചെയ്യും. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതൊക്കെ ഫ്രണ്ടിന് ഉണ്ടാക്കാം. ഇനി ഇതിന്റെ കഴുത്ത് നിങ്ങൾക്ക് കഴുത്തൊക്കെ ഇഷ്ടമുള്ള കണക്ക് വെക്കാം കേട്ടോ. കഴുത്തിൽ ഫ്രില്ല് വെച്ച് തയ്ക്കുന്നവരുണ്ട്, അല്ലാതെ പ്ലെയിൻ പീസ് വെച്ച് തയ്ക്കുന്നവരുണ്ട്. ഞാനൊരു വീനക്ക് മോഡലിലാണ് ഇത് തയ്ക്കുന്നത് കേട്ടോ. വേറെ ഒരു കളർ തുണിയിൽ ഒരു പട്ടയടിച്ച് അങ്ങനെയാണ് ഇത് തയ്ക്കുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ചോളം നമ്മൾ എടുക്കുകയാണ്. 7.5 ഇഞ്ചോളം ഞാൻ ഇതിന്റെ കഴുത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. 7.5 ഇഞ്ച്. ഈ 7.5 ഇഞ്ച് ഇറക്കിയെന്ന് വിചാരിച്ചത് ഒരുപാട് ഇറങ്ങി പോവൂല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ഇതാകണ്ട, ഈ ഷേപ്പിലാണ് വെട്ടിയേക്കണേ. ഇത് പക്ഷെ ഇതില് ഒരു പീസ് നമ്മൾ വെച്ച് തയ്ക്കണം. അപ്പം കുറച്ചും കൂടെ വീതിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കുറച്ചും കൂടെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് ഇത് പീസാണ് ഞാൻ കൈക്ക് വെക്കുന്നത് കേട്ടോ. കൈ വെട്ടിയെടുക്കാൻ വെക്കുന്ന ഈ പീസാണ് ഇത്. ഈ വെട്ടിയ തുണിയുടെ അതേ തുണി തന്നെയാണ്, പക്ഷെ വേറെ കളറെന്നുള്ളതേ ഉള്ളൂ. ചെറിയൊരു പഫും പിന്നെ കുറച്ച് പ്ലീറ്റ്, അങ്ങനെയാണ്. വലിയ ഇതല്ല, ഒരുപാട് പൊങ്ങി നിൽക്കുന്ന കപ്പല്ല.
ഇത് നമ്മൾ ആ ബാലൻസ് വന്ന തുണിയാണ്. ഇതിനെ നാലായിട്ട് മടക്കിയിട്ട് അത്രക്കേ കിട്ടുള്ളൂ. നമ്മൾ തുല്യമായിട്ട് നാലായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് തയ്ച്ചിട്ട് വേണം നമുക്ക് ഫ്രില്ലിടാൻ. താഴെ അറ്റത്തുള്ള ഫ്രില്ലിന്, ഫ്രോക്കിന്റെ ഫ്രില്ലിടാൻ വേണ്ടി വെട്ടുന്നത്. ഇതിന്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന്റെ കഴുത്ത് ഇങ്ങനെ തയ്ക്കാനാണ്. ഈ പീസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രില്ല് പ്ലീറ്റ് ഇട്ടിട്ട് ഫ്രില്ല് പോലെ വെച്ച് തയ്ക്കാം. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കഴുത്തൊന്നും നമ്മളെ ഒരാൾ പറഞ്ഞ് ഇന്ന കണക്ക് തയ്ക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കഴുത്ത് തയ്ക്കാൻ താല്പര്യം അങ്ങനെ തയ്ക്കാം. അവിടെ ഒരു ചെറിയ കട്ടിട്ടിട്ട് അത് അകത്തോട്ട് ആക്കാനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീതിക്ക് വെക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കഴുത്തുനിന്ന്. കഴുത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴുത്ത് തയ്ക്കാം. ഞാൻ ഈ കഴുത്ത് ഇങ്ങനെ തയ്ച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും തയ്ക്കാം. കഴുത്ത് ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യുകയാണ്. നമ്മളിതിന്റെ ഫ്രണ്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്ക് നമ്മൾ കഴുത്ത് വെട്ടുന്ന ഈ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ട് വെട്ടണം കേട്ടോ. കാരണം നമ്മൾ അവിടെ ഒരു പീസ് നമ്മൾ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം കട്ട് ചെയ്യാനുള്ളത്. ഒരു 3.5 ഇഞ്ച് മാത്രമേ ഇതിന്റെ കഴുത്ത് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്ക് ഒരുപാട് ഇറക്കിയിട്ടില്ല. കഴുത്ത് സാധാരണ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കും പോലെ അങ്ങ് തയ്ക്കുക. ഇതൊക്കെ പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ തയ്ച്ച് തീരാവുന്നുള്ളതാണ്. വലിയ പാടില്ലാത്ത സംഗതിയാണിത് കേട്ടോ. ബാക്ക് കഴുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഷോൾഡർ ജോയിന്റ് ചെയ്യാം, ബാക്കും ഫ്രണ്ടും കൂടെ. എന്താ ഇത് ക്ലോസ് ചെയ്ത് ജോയിൻ ചെയ്യാനാണ്. കഴുത്ത് വെച്ച് കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് കൈ വെച്ച് തയ്ക്കണം. പിന്നെ അതുപോലെ ഫ്രില്ലും വെച്ച് തയ്ക്കണം കേട്ടോ താഴെ. അതായത് നമ്മൾ കൈ തയ്ക്കുകയാണ്. നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൈയൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചത് കൊണ്ടാണ് പിന്നെ അത് കാണിക്കാത്ത കേട്ടോ. മുകളിലും താഴെയും പ്ലീറ്റ്സ് ഇട്ട് കൈയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ തയ്ക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പ്ലേറ്റ് വലിയ കൈ തയ്ക്കാം. ഇത് ഞാൻ ലെങ്ത് കുറഞ്ഞ കൈയാണ് തയ്ക്കുന്നത്. അതുപോലെ നമ്മൾ അടിയിൽ പ്ലീറ്റ്സ് ഇടാനുള്ള ആ പീസാണിത്. അതിന്റെ ഒരു സൈഡ് നമ്മൾ വിളിമ്പ് അടിക്കണം. അടിയിലെ ഭാഗത്തോട്ടുള്ള വിളിമ്പ് ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിന്റെ താഴെ ഭാഗം പ്ലേറ്റ്സ് ഇടാം. ഇതിന്റെ ഒരു സൈഡ് ഒരു 2 ഇഞ്ച് മേളിലോട്ട് കയറ്റി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും നമ്മളിത് വെക്കുമ്പോൾ. അപ്പൊ അവിടെ അത്ര കയറ്റി ഒരു സൈഡ് ഒന്ന് അല്പം ഒരു 2 ഇഞ്ച് മേലോട്ട് കയറ്റി കട്ട് ചെയ്യണമെങ്കിൽ ഈ 2 സൈഡും തൂങ്ങി വരൂല. ചിലരിട്ടൊക്കെ കണ്ടിട്ടില്ലേ 2 സൈഡും തൂങ്ങി കിടക്കുന്നത്. അത് അങ്ങനെ കട്ട് ചെയ്യാതെ തയ്ക്കുന്നോണ്ടാണ് ആ തൂങ്ങൽ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ 2 സൈഡും ഒരു 2 ഇഞ്ച് വീതം മേളിലോട്ടൊന്ന് കയറ്റി കട്ട് ചെയ്യണം, വളച്ച് ആപ്പിൾ കട്ട് ചെയ്യും പോലെ. അപ്പൊ അവിടെ ആ തൂങ്ങൽ വരൂല. നമ്മൾ ചേർത്തടിക്കുമ്പോ ഇട്ടുകൊണ്ട് കിടക്കുമ്പോ ആ തൂങ്ങൽ വരൂല. ഇതുപോലെ പ്ലേറ്റ്സ് ഇടുക. പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇതിൽ വെച്ച് തയ്ക്കുക, അല്ലെങ്കിൽ ഇതിൽ വച്ചിട്ട് പ്ലേറ്റ് ഇടാം. എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. പ്ലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കൈ വെച്ച് തയ്ക്കാം. കൈയൊക്കെ വെച്ച് തയ്ച്ചു. ഇനി നമുക്കിത് ഫുള്ളായിട്ട് കണ്ടോ, ചെറിയ കൈയാണത്. ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ചെറിയ കൈയൊക്കെ വെക്കുന്നതാണ് ഒരു ഭംഗി. ഇനി നമുക്കിത് ഫുള്ള് ജോയിൻ ചെയ്യാം. ഇത് ഞാൻ വേറൊരു പീസ് കൈക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വെക്കണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. ഒരു കോൺട്രാസ്റ്റ് പോലെ വെച്ചാൽ ഏതാണ് ചേരുന്നതെന്ന് വെച്ചാൽ വെച്ച് തയ്ച്ചാലും ഭംഗി ഉണ്ടാവും. ഫ്രോക്ക് നൈറ്റിയൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ ഇടുന്നതല്ലേ, അപ്പൊ നമുക്കത് എങ്ങനെ വേണമെങ്കിലും മോഡലാക്കി തയ്ക്കാം കേട്ടോ. സൈഡ് ഇനി മറ്റേ സൈഡും കൂടെ അടിച്ചു. ഇപ്പൊ 2 സൈഡും നമ്മൾ തയ്ച്ചു. ഇതിന്റെ തയ്യൽ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫ്രോക്ക് നൈറ്റി. ഇതിന്റെ കഴുത്ത് ഫ്രില്ലായിട്ട് തയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ തയ്ച്ചു എന്നേ ഉള്ളൂ. ഫ്രില്ല് വെച്ച് തയ്ക്കുന്നവരുണ്ട്, കഴുത്തിൽ വട്ടത്തിൽ ഫ്രില്ല് വയ്ക്കുന്നവരുണ്ട്, വി ആയിട്ട് ഫ്രില്ല് വയ്ക്കുന്നവരുണ്ട്. ഇതാണ് ആ നൈറ്റി കേട്ടോ. ഇത് നീളം വേണോന്ന് പറഞ്ഞത് കൊണ്ട് നീളത്തിലാക്കിയാണ്, ഇല്ലെങ്കിൽ ഇത്ര നീളം വേണ്ട.